2001 ജൂൺ 22-നുണ്ടായ കടലുണ്ടി തീവണ്ടി അപകടം ഇന്നും ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. കടലുണ്ടി പാലത്തിനു മുകളിലൂടെ പോയ മദ്രാസ് മെയിലിലെ 3 ബോഗികൾ വെള്ളത്തിലേക്ക് പതിച്ചു. 52 പേരുടെ ജീവൻ പൊലിഞ്ഞു. ഇന്ന് അപകടത്തിന് 24 വർഷം തികയുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയവരെല്ലാം അതൊരു ഞെട്ടലോടെ ഓർക്കുകയാണ്. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പാലത്തിലെത്തുമ്പോൾ സമയം വൈകിട്ട് 4:45. കടലുണ്ടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലായിരുന്നു കോട്ടക്കടവ് സ്വദേശി ബാബുരാജൻ. ആദ്യം രക്ഷാകരം നീട്ടിയ ഈ മനുഷ്യൻ വലിയ വേദനയോടെയാണ് ആ ദുരന്തത്തെ ഓർത്തെടുക്കുന്നത്. ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ കാല് പൊട്ടി താഴ്ന്ന ഞാൻ കാണുന്നു. വണ്ടി നേരം എല്ലാം ഒരു വളരെ സെക്കൻഡുകൾക്കാണ് കഴിഞ്ഞു. വണ്ടി ഇറങ്ങി വെള്ളത്തിലേക്ക് ചാടിയിട്ട് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ് കുത്തനെ നിൽക്കുന്നത്. ഞാൻ ഓടിക്കയറി ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ എല്ലാവരും കൂടെ ഒരു മൂല കുറേ ആളുകളെ കൈ കുടുങ്ങിയിട്ടും കാല് കുടുങ്ങും വല്ലാത്തൊരു നിലയും വീടും എല്ലാം കൂടെ ഒരു ഭീകരാവസ്ഥയായിരുന്നു അത്. ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും കൂടെ തോണിയിലേക്ക് ഇറക്കി മാറ്റി. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാം, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം, ഞങ്ങളുണ്ട്, ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കരച്ചിൽ തന്നെ, ഭയങ്കര കരച്ചിൽ. അതിനിടയിൽ കൂടെ കാല് കുടുങ്ങിയ ഒരു പ്രായമുള്ള ഒരു അമ്മേനെ അതിനൊക്കെ ഒന്ന് പിടിച്ചിട്ട് വലിച്ചിട്ട് ഞങ്ങൾ തോണി കയറ്റണം. എനിക്ക് കഴിയുന്നില്ല. അതുപോലെ ഒരുപാട് ആളുകൾ ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ. അപകട കാരണം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. പാലത്തിന്റെ തൂണ് പൊട്ടിയുണ്ടായ അപകടമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ബോഗികൾ പാളം തെറ്റിയതാണെന്നും വിലയിരുത്തലുണ്ട്. റെയിൽവേ സേഫ്റ്റി വിഭാഗം പരിശോധനയും പഠനവും നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. കടലുണ്ടി പാലത്തിന് ഇടത്തും വലത്തുമായി ഒരു പള്ളിയും ഒരു ക്ഷേത്രവുമുണ്ട്. അപകടമുണ്ടായപ്പോൾ മനുഷ്യരെ നിങ്ങൾ രക്ഷകരാകൂ എന്ന് പറഞ്ഞത് ക്ഷേത്രത്തിലും പള്ളിയിലുമുള്ളവരാണ്. രക്ഷാപ്രവർത്തനം ഞങ്ങൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര ആളുകളാണ്. അപ്പോൾ അതെന്താ അത്രയും പെട്ടെന്ന് ഇത്രയും ആളുകളൊക്കെ വന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഈ പള്ളിയിലും നമ്മുടെ പിഷാരിക്കാവുന്നും അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആളുകളൊക്കെ എത്രയും വേഗം എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ് കൂടുതൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്നാണ് അന്ന് അറിഞ്ഞത്. കടലുണ്ടിയിലെ പാലമൊക്കെ പിന്നീട് പുതുക്കിപ്പണിതു. തീവണ്ടികൾ ചീറിപ്പായുന്നുമുണ്ട്. ബാബുരാജിനെ പോലെ അനേകം മനുഷ്യർ വേറെയും ആ അപകടത്തിൽ രക്ഷാകരങ്ങളായി മാറിയിട്ടുണ്ട്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.